കുറച്ച് ദിവസമായിട്ട് നമ്മുടെ നാട്ടിൽ വൻ സീന് നടന്നുകൊണ്ടിരിക്കുകയാണ്. റോട്ടിൽ കൂടെ പോവുക, നായിൻ്റെ കടി കൊള്ളുക, കാട്ടിൽ കൂടെ പോവുക, നായിൻ്റെ അടി കൊള്ളുക. ഏത് കൂടെ പോയി കഴിഞ്ഞാൽ നായിൻ്റെ കടി കൊള്ളുന്ന ഒരവസ്ഥ. 2 ആഴ്ചയായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും കണ്ടുവരുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് നായിൻ്റെ കടികൊള്ളലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് എല്ലാ നായകൾക്കും, അത് വീട്ടിൽ വളർത്തുന്ന നായകൾ മാത്രമല്ല, റോഡിലുള്ള എല്ലാ നായകൾക്കും വാക്സിനേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. റേബീസ് എന്ന് പറയുന്ന വാക്സിനേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതിൽ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താ പറയുക, ഡോക്ടറുടെ അടുത്ത് പോയിട്ട് വാക്സിൻ ചെയ്തു കൊള്ളാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ആളുകളുടെ അവൈലബിലിറ്റി പ്രശ്നം. വീട്ടിൽ ചിലപ്പോൾ എന്തായിരിക്കും, വയസ്സായ ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ വലിയ ഗജഗംഭീരമായിട്ടുള്ള ഡോഗ്സ് വളർത്തുന്നവരുണ്ടാവും. അവർക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് വാക്സിനേഷൻ ചെയ്യിക്കാനുള്ള കെൽപ്പ് ഉണ്ടാവില്ല. ഇങ്ങനെ ഒരുപാട് റെമഡീസ് ഉണ്ടാവും. അപ്പം ഞാൻ പോലും ആകെ നാട്ടിൽ എന്താ പറയുക, ശനി ഞായർ മാത്രമാണ് എത്തൽ. അപ്പോൾ ഈ ശനി ഞായർ നമ്മൾക്ക് ചില സമയത്ത് ഡോക്ടർമാരുണ്ടാവില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ളൊരു സംവിധാനമാണ് ഡോക്വെറ്റ് എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. വെറ്റ്സ് ആൻഡ് മെഡിക്കോ സോഫ്റ്റ്വെയർമാർ എഞ്ചിനീയർമാർ ഒരുമിച്ചിരുന്ന് തലപുകഞ്ഞ് ആലോചിച്ചപ്പോൾ അവരുടെ മനസ്സിൽ പിറവിയെടുത്ത ഒരു ഐഡിയ എന്ന് പറയുന്നതാണ് ഡോക്വെറ്റ് എന്ന് പറയുന്ന ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ്. വീട്ടിലേക്ക് എത്തി വാക്സിനേഷൻ നൽകുന്ന യുവ ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മയാണ് ഡോക്വെറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഇനി നമ്മൾ ആ വെബ്സൈറ്റിലേക്ക് കിടക്കാം. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിലൂടെ കടന്നു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് കാണാം. ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവ ഡോക്ടർമാർ നമ്മുടെ വീട്ടിലേക്ക് എത്തി വാക്സിനേഷൻ നൽകുകയും ഡോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങൾ, ഡോഗ് എന്നല്ല അനിമൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും, അതിൻ്റെ ബൂസ്റ്റർ വാക്സിനേഷൻ, അടുത്ത ബൂസ്റ്റർ വാക്സിനേഷൻ എപ്പോഴാണ് നൽകേണ്ടത്, ഇങ്ങനത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടങ്ങുന്ന എല്ലാത്തിനും സഹായകരമാകുന്ന ഒരു വെബ്സൈറ്റാണ് ഡോക്വെറ്റ് വെബ്സൈറ്റ്. നമ്മൾക്ക് നേരെ വെബ്സൈറ്റിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. നിങ്ങൾക്കൊന്നില്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ലിങ്കിലേക്ക് ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ ഡോക്വെറ്റ് എന്ന് സെർച്ച് ചെയ്യുക. DOKVET സെർച്ച് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് വരുന്ന ഡോക്വെറ്റ് ഹോം എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറും. ഇതാണ് ഇതിൻ്റെ ഹോം പേജ്. എന്താ പറയുക, കാണുമ്പോൾ തന്നെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോം പേജ് ആണ്. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ അടുത്ത് പിൻ നമ്പർ ചോദിക്കും. സോ ഞാൻ എൻ്റെ പിൻ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ, ഒരുപാട് ഫെസിലിറ്റീസ്. അതുപോലെ തന്നെ ഡോക്വെറ്റ് കൺസൾട്ടന്റ്മാർ അവർ അവൈലബിൾ ആണോ അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ സ്ഥലം എവിടെയാണ്, അതുപോലെ തന്നെ ഡോക്വെറ്റ് ക്ലിനിക്സ് എവിടെയാണുള്ളത്. നമ്മൾ പിൻ നമ്പർ കൊടുത്താൽ നമ്മുടെ അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്വെറ്റ് ക്ലിനിക്സ് എവിടെയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു വെബ്സൈറ്റിന് വേണ്ട എല്ലാതും. സോ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ വാക്സിനേഷനാണ്. സോ സർവീസിൽ ക്ലിക്ക് ചെയ്യുക, വാക്സിനേഷൻ ഡ്രൈവിൽ ക്ലിക്ക് ചെയ്യുക. വാക്സിനേഷൻ ഡ്രൈവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ആൻറ്റി റാബീസ് വാക്സിൻ ഡോഗ് ആൻഡ് ക്യാറ്റ്, പേവിഷബാധയ്ക്കെതിരെ ഫീസ്. സോ ആ വാക്സിനേഷൻ്റെ ചാർജ് അവർ പറയുന്നത് 500 rupees ആണ്. അപ്പോൾ നമുക്ക് എന്ത് കാട്ടാൻ പറ്റും, നമ്മുടെ വീട്ടിലേക്ക് ഡോക്ടർമാർ വന്നിട്ട് വാക്സിൻ ചെയ്തു തരും. അതിനുവേണ്ടി നമ്മൾ എന്ത് കാട്ടണം, നമ്മുടെ ഡീറ്റെയിൽസ്, ഇപ്പോൾ എൻ്റെ പേര് അജ്മൽ ഹസൻ ആയതുകൊണ്ട് എൻ്റെ പേരടിക്കുന്നു, നമ്മുടെ മൊബൈൽ നമ്പർ അടിക്കുന്നു, പിൻകോഡ് അടിക്കുന്നു, ഡിസ്ട്രിക്റ്റ്, അതുമായി ബന്ധപ്പെട്ടെല്ലാം. അത് അടുത്തതിന് ശേഷം നമ്മൾക്ക് എന്താണ് വേണ്ടത്, റേബീസ് വാക്സിൻ ആണെങ്കിൽ റേബി വാക്സിനേഷൻ, മൾട്ടി കോമൺ വാക്സിൻ ആണെങ്കിൽ മൾട്ടി കോമൺ വാക്സിനേഷൻ എന്താണെന്ന് ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്താ പറയുക, അങ്ങനത്തെ സംഭവങ്ങൾ. അതല്ല നിങ്ങൾക്ക് വേണ്ടത് മൈക്രോ ചിപ്പിംഗ് ആണ്. അതുമല്ല നിങ്ങൾക്ക് 3 വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 3 ക്ലിക്ക് ചെയ്യുക. 3 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് കാട്ടും, നോർമലി ഇവരുടെ സൈറ്റിൽ രജിസ്റ്റർ ആവും. സോ അനുബന്ധപ്പെട്ട ആളുകൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുകയും കൺഫേം ചെയ്യുകയും അതനുസരിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. ഇനി നമുക്ക് വേറെ സംഭവങ്ങൾ നോക്കാം. ഇതിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. വിർച്വൽ കൺസൾട്ടേഷൻ, നമ്മളുടെ ഡോക്ടറെ വീഡിയോ കോൾ മുഖേന ബന്ധപ്പെട്ട് നമ്മളെ പ്രശ്നങ്ങൾ അറിയിക്കാനുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിൽ കുതിരയുണ്ട്. കുതിരയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അറിയിക്കാനുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ലോക്കലായിട്ടുള്ള ഡോക്ടർമാർക്ക് അറിയില്ല. സോ അതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ വേണം. സോ അതിൽ ഈ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെറ്റിൻ്റെ ഡീറ്റെയിൽസ്, രോഗങ്ങൾ കംപ്ലീറ്റ് മെസ്സേജ് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊസീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരെ നമുക്ക് വിർച്വൽ കമ്മ്യൂണിക്കേഷൻ വഴി ബന്ധപ്പെടാൻ സാധിക്കും. അങ്ങനെ വിർച്വൽ കമ്മ്യൂണിക്കേഷൻ, ക്ലിനിക് കൺസൾട്ടേഷൻ, അതുപോലെ തന്നെ ഡോർ സ്റ്റെപ്പ് കൺസൾട്ടേഷൻ, ഗ്രൂമിങ്, ബോഡി
കോഡിംഗ്, ട്രെയിനിങ്, ഇങ്ങനെ എല്ലാം മൊത്തത്തിലടങ്ങുന്ന ഒരു പവർ പാക്ക് വെബ്സൈറ്റാണ് ആക്ച്വലി ഡോക്വെറ്റ് എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ ഉറപ്പായിട്ടും ചിന്തിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇതിലെന്ത് കാട്ടണം, ലോഗിൻ ചെയ്തിടണം. എപ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരിക എന്നറിയില്ല. ഈ ലിങ്ക് നിങ്ങൾ സേവ് ചെയ്തിടുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾക്ക് വാക്സിൻ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാട്ടാൻ പറ്റും, ഈ വെബ്സൈറ്റ് മുഖേന നമുക്ക് ഇത് ലാപ്പിൽ മാത്രമല്ല കേട്ടോ, കമ്പ്യൂട്ടറിൽ മാത്രമല്ല, നമുക്ക് ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. സെയിം റൂൾസ് അപ്ലൈ, സെയിം ലിങ്കിൽ തന്നെ കയറി കഴിഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ല ഇനി ഈ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ പോയി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ അതാം, അവരുടെ ഫോൺ നമ്പർ ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇതാണ് ഈ ഒരു വാക്സിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ വീട്ടിലേക്ക് എത്തി വാക്സിനേഷൻ ചെയ്യേണ്ട ആളുകൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോയി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഇല്ല എന്നുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഡോക്വെറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾ എന്ത് കാട്ടുക, അപേക്ഷിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയും വാക്സിനേഷൻ നൽകിയിട്ട് അതിനുള്ള തക്കതായിട്ടുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നൽകുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.